നമസ്കാരം. സ്വപ്ന സുരേഷ് ഇന്നലെ FB പേജിലൂടെ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന ഒന്നാണ്. സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒളിയമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും. ആ ഒളിയമ്പ് എറിഞ്ഞതാകട്ടെ വിജയ് പിള്ള എന്ന കണ്ണൂരുകാരനിലൂടെ. എന്നാൽ ഇന്ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. സ്വപ്നയുടെ ആരോപണം ആദ്യ മിനിറ്റിൽ പൊട്ടുന്ന തിരക്കഥയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചത്. വിജേഷ് പിള്ള എന്നയാളെ അറിയില്ലെന്നും ആരോപണങ്ങൾ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ ആരോപണം മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. വിജേഷ് പിള്ള എന്നൊരാളെ തനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥയാണ് സ്വപ്ന സുരേഷിന്റെ ആരോപണം. അതിനെ നിയമപരമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കാം വ്യക്തിയുള്ളവർ വ്യക്താക്കട്ടെ. ആദ്യം ആരാള് എനിക്കറിയുന്ന ആളല്ല. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടുന്നാ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. മനോരമ പറയുന്നത് പിള്ള എന്നല്ല, അവർ പറയുന്നത് വിജേഷ് കൊയിലോത്ത് എന്നാണ്. കൊയിലേത്ത്. ഈ വിജേഷ് കൊയിലോത്ത് എങ്ങനെയാണ് വിജേഷ് പിള്ളയായത് എന്ന കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, അങ്ങനെ തോന്നിയ പോലെയുള്ള പേര് വെക്കാൻ പറ്റും വാക്ക്. അത് മുമ്പ് ചെയ്യലുണ്ട്. ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണ മേധാവിത്വം തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് നമ്പൂതിരി എന്ന് ചേർത്ത് വെച്ച ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് വെക്കുന്നതിന് ഞാൻ ഇതിലല്ല. പക്ഷേ എൻ്റെ നാട്ടിലും അതുപോലെ കണ്ണൂർ ജില്ലയിലും പൊതുവേ പിള്ള ഇല്ല എന്ന കാര്യം പൊതുവായിട്ട് പറഞ്ഞാണ്. അതാ കാര്യം. അത്യാവശ്യം ഇവിടുന്ന് വന്നു താമസിക്കുന്നവരല്ലാതെ അവിടെ ആ രീതിയിലുള്ള ആളുകളില്ല. എനിക്ക് ഈ പറയുന്ന ആളെ അറിയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. ആരോടും ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. അതിന് തെറ്റാണെന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും വേണ്ടേ വ്യവസ്ഥ? നിങ്ങളെന്തെങ്കിലും വ്യവസ്ഥ കണ്ടുപിടിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി എന്താ കാര്യം? ഇവിടെ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിരോധ ജാഥ വിജയിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങളിൽ ചൂളിപ്പോകില്ല. ജാഥയെ തടയാൻ ആർക്കുമാകില്ല. ജാഥ കൂടുതൽ ഗംഭീരമാകുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വധഭീഷണി മുഴക്കി എന്നതടക്കം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതര ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. കേസിൽ നിന്ന് പിന്മാറണമെന്നും മുഴുവൻ രേഖകളും കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ വിജേഷ് പിള്ള എന്ന വിജയ് പിള്ള തന്നെ സമീപിച്ചെന്നാണ് സ്വപ്നയുടെ ആരോപണം. MV ഗോവിന്ദൻ പറഞ്ഞിട്ടാണ് വന്നതെന്നും 30 കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നുമാണ് സ്വപ്ന പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും പല കാര്യങ്ങൾക്കും വേണ്ടി തന്നെ ഉപയോഗിച്ചതായും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. യോഗനാഥം ന്യൂസ്, തിരുവനന്തപുരം. ആരോപണ വിധേയനായ വിജേഷ് പിള്ളയുടെ പ്രതികരണം കേട്ടിട്ട് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഗോവിന്ദ മാസ്റ്ററാണ്. കാരണം എൻ്റെ നാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്നും ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ. 5-6-7 കിലോമീറ്റർ അപ്പുറമായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്. എനിക്കറിയില്ല വീട് എവിടെയാണെന്നൊന്നും. കാരണം നമ്മൾ നാട്ടിലൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നിക്ക് ആ നാട്ടിലെ മെയിൻ ഒരു ഫേമസ് ആൾ. ഞാൻ സ്വപ്നയുടെ അടുത്ത് അത് പറയാനുള്ള കാരണം തന്നെ സ്വപ്നയ്ക്ക് അറിയാത്ത ഒരു പൊളിറ്റീഷ്യന്മാരും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗോവിന്ദ മാഷയുടെ ഒക്കെ നാടിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അത് പുള്ളിക്കാർ ഏത് രീതിയിലാണ് പിന്നീട് മാറ്റിയതെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞു, ഓക്കെ. അപ്പോൾ ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞു, എനിക്ക് ഈ പൊളിറ്റിക്സ് ഒന്നും വലിയ താല്പര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത സബ്ജക്റ്റാണ്, അതൊന്നും ടോപ്പിക്കായിട്ട് സംസാരിക്കാനല്ല. അപ്പോൾ അവർ ഓരോരോ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ അതിൻ്റെ ഉള്ളിലൂടെ ഇടുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് ഞാനത് എന്ത് ചെയ്യുന്നത്, ഓരോന്ന് റിവൈൻഡ് ചെയ്തെടുക്കുന്നത്. MV ഗോവിന്ദന്റെയും അതുപോലെ തന്നെ ആരോപണ വിധേയനായ വിജേഷ് പിള്ളയുടെയും പ്രതികരണം നാം കേട്ടു. എന്നാൽ ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സ്വപ്ന സുരേഷ് FB പേജിൽ കുറിച്ചിരിക്കുന്നു. എന്ത് നിയമ നടപടി വന്നാലും നേരിടാൻ തയ്യാറാണെന്നും തെളിവുകൾ വേണം എന്ന വിജേഷിന്റെ വെല്ലുവിളിയെ സ്വീകരിക്കുന്നുവെന്നും തെളിവുകൾ അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. വിജേഷ് പിള്ള എന്ന വിജയ് പിള്ള തന്നെ കണ്ടതായി സമ്മതിച്ചുവെന്ന് സ്വപ്ന സുരേഷ് അറിയിച്ചു. ഹരിയാനയെയും രാജസ്ഥാനെയും കുറിച്ച് അദ്ദേഹം സമ്മതിച്ചു. 30 കോടി വാഗ്ദാനം ചെയ്തതായി ഇയാൾ സമ്മതിച്ചതായും സ്വപ്ന അറിയിച്ചു. MV ഗോവിന്ദന്റെയും യൂസഫ് അലിയുടെയും പേര് പറഞ്ഞതായും വിമാനത്താവളത്തിലെ ഭീഷണിയെക്കുറിച്ചും വിജേഷ് പിള്ള സമ്മതിച്ചതായും സ്വപ്ന അറിയിച്ചു.
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രേഖകൾ അയാൾ ചോദിച്ചതായും സമ്മതിച്ചു. സംഭവം നടന്നയുടൻ താൻ പോലീസിനെയും ED-യെയും തെളിവ് സഹിതം വിവരം അറിയിക്കുന്നതുൾപ്പെടെയുള്ള ശരിയായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ED-യും പോലീസും ആരംഭിച്ചു കഴിഞ്ഞു. ഈ സംഭവത്തിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നും അദ്ദേഹത്തെ ആരെങ്കിലും അയച്ചതാണോ എന്നറിയാൻ വിഷയമന്വേഷിച്ച് യുക്തിസഹമായ ഒരു നിഗമനത്തിലെത്തേണ്ടത് ഇപ്പോൾ ഏജൻസിയാണ്. അപകീർത്തിക്കും വഞ്ചനയ്ക്കും തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് വിജേഷ് പിള്ള ഇപ്പോൾ അറിയിച്ചതായും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമ നടപടിയുടെ അനന്തരഫലം നേരിടാൻ താൻ തയ്യാറാണെന്നും സ്വപ്ന അറിയിച്ചു. ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നലെയും ഇന്നുമായി തുടരുകയാണ്. സ്വപ്ന ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി യാതൊരുവിധ പ്രതികരണം നടത്തിയില്ല. മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം ജാഥയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിവരം പരാമർശിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരാളെ പരിചയമില്ല, ഇതെല്ലാം ആദ്യ മിനിറ്റിൽ തന്നെ പൊളിയുന്ന ഒരു തിരക്കഥയാണ് സ്വപ്നയുടേതെന്ന് പറയുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇന്നലെ സ്വപ്ന ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സമയത്ത് വിജേഷ് പിള്ളയെ ED ചോദ്യം ചെയ്യുകയായിരുന്നു കൊച്ചിയിൽ. അതിനുശേഷം ഇന്ന് വിജേഷ് പിള്ള മാധ്യമങ്ങളെ കാണുന്നു. വിജേഷ് പിള്ള പറയുന്നു, എന്റെ വീടിന് 6-7 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്നതാണ്, പിന്നെ നാട്ടിലെ ഒരു പ്രധാനി ആയതുകൊണ്ട് നമ്മൾ പേര് പറഞ്ഞ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി അന്ന നാട്ടിൽ നിന്ന് വരുന്ന ആളെന്ന് പറഞ്ഞു. വെബ് സീരീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് പോയതെന്ന് ഇന്നലെ തന്നെ വിജേഷ് പിള്ള പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സ്വപ്ന സുരേഷും വെബ് സീരീസും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്. അത് നമ്മൾ വിജേഷ് പിള്ളയോട് തന്നെ ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇന്ന് സ്വപ്ന സുരേഷിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വെബ് സീരീസുമായി ബന്ധപ്പെട്ട യാതൊരു കഥയും സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് FB പേജിൽ നമ്മൾ കണ്ടില്ല. മറിച്ച് തെളിവുകൾ വേണമെന്ന് വിജേഷ് പിള്ള പറയുന്നു. തെളിവുകൾ താൻ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്നും ചിലപ്പോൾ ഈ അന്വേഷണ ഏജൻസി കൈമാറിയ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്നലെ വിജേഷിനെ ED ചോദ്യം ചെയ്തതെന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. എന്തായാലും ഇത് രാഷ്ട്രീയ കേരളത്തിനെ പിടിച്ചുലക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. കാരണം ഇതിൽ പരാമർശിക്കപ്പെടുന്ന 2 പേർ, ഒന്ന് MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഒരാളെ പറഞ്ഞു വിടുന്നു. എന്തിനു പറഞ്ഞു വിടുന്നു? 30 കോടിക്ക് ബാർഗെയിൻ ചെയ്യാൻ. എന്തിനു ബാർഗെയിൻ ചെയ്യാൻ? മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണം, അതിന് ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് കൈമാറണം. ഒരു രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു വെക്കുകയാണ്, മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്നും. അതുകൊണ്ടാണല്ലോ, പങ്കുള്ളത് കൊണ്ടാണല്ലോ തെളിവ് മേടിക്കാൻ പോകേണ്ടി വരുന്നത്, തെളിവുള്ളത് കൊണ്ടാണല്ലോ അത് നമുക്ക് കിട്ടണമെന്ന് പറയുന്നത്. എന്തായാലും സ്വപ്ന തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവൻ പോയാലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു അന്ത്യം കണ്ടിട്ട് മാത്രമേ താൻ പിന്തിരികെയുള്ളൂ എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ തനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ബംഗളൂരുവിലേക്ക് സ്ഥലം മാറുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? CPM-നകത്ത് ചക്കളത്തിൽ പോര്, പ്രതിരോധ ജാഥ ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പോയി. തീർച്ചയായിട്ടും അശ്വതിയുടെ ഈ സംശയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ഫെബ്രുവരി മാസം മുതലാണ് നമ്മുടെ കേരളത്തിൽ ജനകീയ പ്രതിരോധ ജാഥ എന്ന പേരിൽ MV ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന പ്രതിരോധ ജാഥ തുടങ്ങിയത്. ഇത് നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി പോര് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. ഈ ജനകീയ പ്രതിരോധ ജാഥ മാത്രമല്ല, അതിന് മുൻപായി തന്നെ ഒരു ഉൾപാർട്ടി പോര് ശക്തമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന കാലം മുതൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ EP ജയരാജൻ എന്ന് പറയുന്ന ഒരാൾക്ക് കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം EP ജയരാജന് വളരെയധികം കണ്ണുള്ള ഒരു പോസ്റ്റായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി എന്ന് പറഞ്ഞാൽ. അതേസമയം വേറൊരു തീരുമാനം വരികയും പ്രതിരോധ യാത്രയിൽ നിന്ന് കാരണം അത് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ പരിശോധിക്കുമ്പോൾ EP ജയരാജന് കണ്ണുള്ള ആ ഒരു പോസ്റ്റ് നേരെ ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് എത്തുന്നു. ഗോവിന്ദൻ മാസ്റ്റർ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനുശേഷം മന്ത്രിസ്ഥാനം, കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയെക്കാട്ടിൽ പവറുള്ള ഒരു പൊസിഷനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ അതിൽ നിന്ന് EP ജയരാജൻ തുടർന്ന് പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലും EP ജയരാജന്റെ സാന്നിധ്യം നമ്മളാരും കണ്ടിട്ടില്ല. ഗവർണർക്കെതിരെ ശക്തമായി സർക്കാരും അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഗവർണർക്കെതിരെ വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയടക്കം ഉള്ള പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പോലും EP ജയരാജന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വരവോടുകൂടി തന്നെ പാർട്ടിയിൽ ഒരു ഭിന്നിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അത് മാത്രമല്ല, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജയരാജൻ പറഞ്ഞു എന്ന് ഇന്ന് EP ജയരാജൻ സമ്മതിച്ചിട്ടുണ്ട്. അതെ,
അപ്പോൾ പി ജയരാജൻ ഇടപെട്ടിട്ട് വൈദേക റിസോർട്ടിലുണ്ടായിരുന്ന അഴിമതിയെക്കുറിച്ചും അവിടെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പി ജയരാജൻ വഴി ഇത് പുറത്ത് എത്തുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് എം വി ഗോവിന്ദൻ ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ജനകീയ പ്രതിരോധ ജാഥ എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങുന്നത്. അവിടെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ, ഈ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കപ്പെടും എന്ന് തോന്നലുണ്ടായെങ്കിൽ പോലും വൈദേക റിസോർട്ടിന്റെ കാര്യത്തിൽ ഇ പി ജയരാജൻ തുറന്നടിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനകത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു അവസരത്തിൽ താൻ ആ പേര് വെളിപ്പെടുത്തുമെന്ന് വരെ കഴിഞ്ഞ ഒരു ദിവസം മാധ്യമപ്രവർത്തകരോട് ഇ പി ജയരാജൻ പറഞ്ഞു നമ്മളിത് തുറന്നു പറയും, ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇ പി ജയരാജനും പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു ശക്തമായ പോര് തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സാഹചര്യത്തിലാണ് ജനകീയ പ്രതിരോധ ജാഥ എന്ന പേരിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ ജാഥ കാസർഗോഡ് നിന്നും യാത്ര ആരംഭിച്ചത്. ഈ യാത്രയിൽ എങ്ങും തന്നെ ഇ പി ജയരാജന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നമ്മൾ അറിയാം തൃശ്ശൂർ വെച്ചാണ് അദ്ദേഹം ഈ ജാഥയിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത്. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ വളരെയധികം പിന്നീട് ട്രോളായി മാറി. കാരണം മുഖ്യമന്ത്രിയാണ് ഈ നാടിന്റെ നട്ടല്, ഇതിന്റെ ശക്തി മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയും കുടുംബവുമാണ്, മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയും കുടുംബവുമാണെന്ന് വരെ അദ്ദേഹം അത് സത്യത്തിൽ ട്രോളാൻ വേണ്ടി ഇട്ടുകൊടുത്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നു. അതിനുശേഷം ഇന്നേക്ക് കൃത്യം 3-4 ദിവസമായിട്ടേ ഉള്ളൂ. ഈ സാഹചര്യത്തിനിടയിൽ തന്നെ എവിടെ നിന്നോ ഒരു വിജയം പിള്ള സ്വപ്നയെ വിളിക്കുന്നു. സ്വപ്നയെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. സ്വപ്നയെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് വിളിക്കുന്ന ഒരാളാണ്, എം വി ഗോവിന്ദന്റെ പരിചയക്കാരാണ്, എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് വിളിക്കുന്ന ആളെന്ന് തന്നെയാണ് പറഞ്ഞത്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള തെളിവുകൾ, സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ തരണമെന്നും 30 കോടി രൂപ അതിന് പ്രതിഫലമായി നൽകും എന്നും പറഞ്ഞു. അതിനുശേഷം ഇവിടെ നിന്ന് മാറി താമസിക്കുക, ബംഗളൂരുവിൽ നിന്ന് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ മാറി വല്ല ഹരിയാനയിലേക്കോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് പോയി താമസിക്കുക എന്നുകൂടി സ്വപ്നയോട് ആവശ്യപ്പെട്ടു. ആ സ്വപ്നയോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും പുറം ലോകം അറിയാത്ത രീതിയിൽ സ്വപ്ന ജീവിച്ചിരിക്കണം എന്നുകൂടി സ്വപ്നയോട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു, അല്ലാത്ത പക്ഷം അവരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, ഇല്ലാതാക്കി കളയും എന്നാണ് ഈ പറയുന്ന വിജയ് പിള്ള എന്നാണ് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന സുരേഷ് പറഞ്ഞെങ്കിൽ പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്നത്തെ അവരുടെ ഫേസ്ബുക്കിൽ അവർ പറയുന്നുണ്ട് വിജയ് പിള്ള എന്ന വിജേഷ് പിള്ള എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ കുറിപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട്. വിജയൻ പിള്ള ആയിരുന്നു, വിജേഷ് പിള്ളയായി, ഇപ്പൊ വിജയ് പിള്ളയായി. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ അവരിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അന്വേഷണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ്, അത് ഇത്രയേറെ പ്രാഗൽഭ്യമുള്ള മോറാഴ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച ആളാണെങ്കിൽ പോലും ഇപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ ഒരാളാണ്. അതോടൊപ്പം തന്നെ കുറച്ചു കാലം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുകയും ചെയ്തു. നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയും കടന്നു വന്ന അതിശക്തനായ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം കാണിച്ചത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിക്കുന്ന ആർക്കും സ്വാഭാവികമായിട്ടും സ്വപ്ന അതെല്ലാം പരസ്യപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം അമ്പെയ്യുമ്പോൾ അതെ, നിസ്സാരമായ കാര്യങ്ങൾ പോലും സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുകയോ പുസ്തകം എഴുതുകയോ വരെ ചെയ്യും എന്നുള്ള വിവരം ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാൾ വിജയ് പിള്ള എന്ന് പറയുന്ന ഒരാളെ ചാക്കിട്ടുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള എല്ലാ രേഖകളും സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുണ്ട്. അത് തെളിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയതെന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിലെ CPM-നകത്ത് നടക്കുന്ന ഉൾപാർട്ടി പോരിന്റെ ഒരു ബാക്കി പത്രമായി തന്നെ ഇതിനെ കാണാൻ കഴിയും. സ്വപ്നയല്ല ലക്ഷ്യം, മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം. ഇവിടെ സ്വപ്ന സുരേഷ് ഒരു പക്ഷേ നിൽക്കുന്നത് ഒരു മാപ്പുസാക്ഷിയെ പോലെയോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ വിജേഷിനെ ഇറക്കി വിട്ടുകൊണ്ട് നല്ല രീതിയിലൊരു കളി കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് തന്നെ MA യൂസഫ് അലി പങ്കാളിയാക്കിയിട്ടുണ്ട്, പേര് പരാമർശിക്കുന്നുണ്ട്. അത്
MA യൂസഫ് അലിക്കുള്ള ആരോപണം എന്ന് വെച്ചാൽ അല്ലെ അവരെ എയർപോർട്ടിൽ വെച്ച് തട്ടിക്കളയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് എയർപോർട്ടിൽ വെച്ച് threatening എന്നാണ് തട്ടിക്കളയാം. പറഞ്ഞത്. അതോടൊപ്പം ഇവരുടെ ബാഗേജിനകത്ത് എന്തെങ്കിലും നോട്ടുകളോ ഡോളറുകളോ അതും അല്ലെങ്കിൽ മയക്കുമരുന്നോ അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ദുബായ് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇവരെ പിടികൂടി ജയിലിലടയ്ക്കാനുള്ള സാധ്യതകളും അത്തരത്തിൽ പോലും പ്രവർത്തിക്കും. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിളിച്ചു തുറന്നു പറയുന്ന ഒരാളുടെ അടുക്ക് ഈ വടി കൊടുത്തിട്ട് അടിക്കാൻ പറയുന്ന ഒരു അവസ്ഥയാണ് ഗോവിന്ദൻ മാഷ് കാണിച്ചത്. അല്ലാതെ മറ്റൊന്നുമല്ല. മുഖ്യമന്ത്രിക്കെതിരെ രേഖ സ്വപ്നയുടെ കയ്യിലുണ്ട് എന്ന് തെളിയിച്ചെടുക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. അല്ല, ഈ സ്വപ്ന ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ കൃത്യവും വ്യക്തവുമായി പറയുന്നുണ്ട്, തെളിവുണ്ട്, വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. വിജേഷ് പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ കോടതിയിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് സാധനങ്ങൾ കൊണ്ട് എത്തിക്കുവാനായി. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാം എന്ന് അവർ ഇത്രയും ആർജവത്തോടുകൂടി തന്റെ ഇടത്തോടുകൂടി പറയുന്നുവെങ്കിൽ ഇത് MV ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യ മിനിറ്റിൽ പൊട്ടുന്ന തിരക്കഥ എന്നൊന്നും നമുക്ക് പറയാനേ നമ്മൾ പറ്റില്ല. ചിന്തിക്കേണ്ട ഈ വിജേഷ് പിള്ളയോ ഇതിനു മുൻപ് ഒരു സ്ഥലത്ത് പോലും ഈ പേര് പരാമർശിക്കപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ല. എറണാകുളം ബേസ് ചെയ്ത് എറണാകുളത്തെ ചങ്ങമ്പുഴ നഗരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വ്യാപാര സ്ഥാപനം, പക്ഷെ അത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നു. അവിടെ എന്തോ പണമിടപാട് ഇനിയും കൊടുക്കാനുണ്ടെന്നൊക്കെ അവർ ഇന്നലെ പറയുന്നുണ്ട്. വാടക ഇനത്തിൽ ലക്ഷങ്ങൾ കുടിശ്ശികയാക്കിയിട്ട് കടന്നുപോയ ഒരാളാണ്. ഇതിനെക്കുറിച്ചൊന്നും ഒരുപക്ഷെ കേരളത്തിലുള്ള ഒരാൾ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്വപ്ന സുരേഷ് ഈ പേര് പുറത്ത് പറയുന്നവരെ ഈ വിജയ് പിള്ള ആരാണെന്നോ വിജേഷ് പിള്ള ആരാണെന്നോ ഒന്നും ആർക്കും പുറം ലോകത്ത് അറിയത്തില്ല. സത്യത്തിൽ അങ്ങനെയുള്ള ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദൻ മാഷ് കളിച്ച കളിയാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും നമുക്കത് തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയെ തെളിയട്ടെ, വരും ഭാവിയിൽ അത് തെളിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ല, ഇത്തരത്തിലൊരു തെളിവ് കൈമാറി എന്ന് സ്വപ്ന ഇന്ന് പറയുന്നുണ്ട്, അന്വേഷണ ഏജൻസിക്ക് താൻ കൈമാറിയെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ വിജേഷ് പിള്ളയെ ED ചോദ്യം ചെയ്തത്. അതുപോലെ തന്നെ വിജേഷ് പിള്ളയുടെ അച്ഛൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നിരുന്നു, അതെ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിനകത്ത് വിജേഷ് പിള്ളയെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ഒരു ഇടപാടിലൂടെയാണ്. വിജേഷ് പിള്ള അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന സുരേഷുമായി ചെറുതൊരു വെബ് സീരീസ് ചെയ്യുന്നതിനെ കുറിച്ച് തയ്യാറാകുന്നു. 30 കോടി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ 30% അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തതും ബാംഗ്ലൂരിൽ വെച്ച് കണ്ടതും എന്നൊക്കെയാണ് പറയുന്നത്. അത് സംബന്ധിച്ച് വാട്സാപ്പ് ചാറ്റുകളും പുറത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്കറിയാം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള വാദഗതികളിലെല്ലാം ബേസ്ലെസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് അവർ മാനസികമായി വളരെയധികം സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്കോ അവരുടെ മക്കൾക്കോ ഏത് നിമിഷവും അവരുടെ ജീവൻ നഷ്ടപ്പെടാം എന്ന ഒരു സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ബാംഗ്ലൂരിലേക്ക് മാറിയത്. അത്തരത്തിലൊരു സ്വപ്ന സുരേഷ് ഒരു വെബ് സീരീസിനെ കുറിച്ച് ആലോചിക്കുമെന്ന് അതും കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എത്തുന്ന ഒരു വ്യവസായിയുടെ പേര് കേട്ടിട്ട്. കാര്യം നേരത്തെ ഒരു വ്യവസായത്തിന് ഇറങ്ങിയിട്ടാണ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് അകത്തായത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അതേ പാർട്ടിയിലെ അതേ CPM-ന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണല്ലോ പിണറായി വിജയൻ ഇതിനകത്ത് ഉൾപ്പെട്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടി സെക്രട്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ സമീപിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനൊരു വെബ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണിത്. ശരിക്കും സ്വപ്ന സുരേഷ് ഇങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന വിജേഷ് പിള്ള ആരാണ്? വിജേഷ് പിള്ള ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ബലിയാട് പോലെയാണ് വിജേഷ് പിള്ള നിൽക്കുന്നത്. കാര്യം MV ഗോവിന്ദന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു ഉപകരണം മാത്രമാണ്. വിജേഷ് പിള്ള പറയുന്നത് എൻ്റെ നാട്ടിലുള്ള ഒരു പ്രമുഖനെ കുറിച്ച് പറഞ്ഞു. മൊറാഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പുള്ളിയുടെ വീട്. ഈ വിജേഷ് പിള്ള അവിടെ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരെയാണ് താമസിക്കുകയെന്ന് പറയുന്നു. അതേസമയം നമ്മൾ പരിശോധിക്കുമ്പോൾ MV ഗോവിന്ദന്റെ മൊഴി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ പിള്ള എന്ന് പറയുന്ന ആളില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏത് രീതിയിൽ നമുക്ക് മുഖവിലേക്ക് എടുക്കണമെന്ന് അറിയില്ല. പിള്ള ഇല്ലാത്ത ഒരിടത്ത് 7 കിലോമീറ്റർ അപ്പുറത്ത് പിള്ള ഇല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന വിജേഷ് പിള്ള തന്നെയല്ലേ? അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വിജേഷ് പിള്ള എന്നല്ലേ? അല്ല, വേറൊന്നും അല്ലല്ലോ. അപ്പം അത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തിന് പിന്നെ ഈ സാഹചര്യത്തിൽ നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഉരുണ്ട് കളിക്കുന്നു, ഇത് അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ പ്രതിരോധ ജാഥ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ വന്നു തുടങ്ങിയത്, ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ പ്രതിരോധ ജാഥയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെക്സ് ബോർഡിൽ എവിടെയും പിണറായി വിജയന്റെ ഒരു പടം നമുക്ക് പേരിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല.
CPM-നെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ആകെ അധികാരമുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അതും കേരളത്തിൽ തുടർഭരണം ആരിലൂടെ എത്തി? പിണറായിയിലൂടെ എത്തി എന്ന് പറയുമ്പോൾ ഇത്രയും പ്രാധാന്യപ്പെട്ട ഒരു പ്രതിരോധ ജാഥയിൽ അദ്ദേഹത്തെ വിസ്മരിക്കുന്നു എന്ന് പറയുന്നതിനെ അത് ഒഴിവാക്കലാണ്. ആക്ച്വലി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് CPM രണ്ടാമതും അധികാരത്തിലേറിയത്. അല്ലാതെ മറ്റൊരാളും അല്ലെ MV ഗോവിന്ദൻ പിന്നെ തളിപ്പറമ്പിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ BP ജയരാജൻ മത്സരിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇവിടെ ശരിക്കും സംഭവിച്ചത് പിണറായി വിജയൻ കഴിഞ്ഞ പ്രളയകാലത്തും തുടർന്ന് കോവിഡിന്റെ കാലഘട്ടത്തിലും തുടർന്ന് ഉണ്ടായ നിപ്പയെ പ്രതിരോധിക്കുന്ന കാര്യത്തിലുമൊക്കെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് വീണ്ടും CPM അധികാരത്തിലേറുന്നത്. ഇങ്ങനെ അധികാരം കിട്ടിയ ഒരു പ്രമുഖനായ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും തയ്യാറാക്കുന്നത് കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ്. ഈ അവിടെ നിന്ന് പ്രതിരോധ യാത്രയിൽ ഒരു കാരണവശാലും അല്ല, ഇത്തരത്തിൽ ആളുകൾ ഇതിനെ നോക്കി കാണുന്നുണ്ട് എങ്കിൽ, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കഴമ്പുമുണ്ട് എന്ന് ഇപ്പൊ ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കണം. ചേർത്ത് വായിക്കണം. ഈ ഒരു സംഭവം നമ്മൾ ചേർത്ത് വായിക്കണം. ഇത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമത് ഈ പിണറായി വിജയനെതിരെ ഒരു പടയൊരുക്കം MV ഗോവിന്ദൻ മാഷ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനകീയ പ്രതിരോധ യാത്ര അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് പിണറായി പ്രതിരോധ യാത്ര എന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ, അതിലൂടെ ഉന്നം വയ്ക്കുന്ന മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മരുമകനായ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അതുകൊണ്ടാണല്ലോ, അത് പ്രത്യേകം പറയണമല്ലോ, ആ പറഞ്ഞിരിക്കുന്ന സ്വപ്നയുടെ ബൈറ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അല്ലെങ്കിൽ ആ ലൈവിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പിണറായിയും കുടുംബവും എന്ന് തന്നെയാണ് പറയുന്നത്. പിണറായിയും കുടുംബവും ഇതിനകത്ത് സ്വർണ്ണക്കടത്ത് കേസുമായി ഉൾപ്പെട്ടിട്ടുള്ളതിന്റെ എല്ലാ രേഖകളും തിരിച്ചു തരണം. അതോടൊപ്പം ഈ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ക്ലൗഡ് ആക്സസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷനും കൂടി. അത്രയും കാര്യങ്ങളാണ് സ്വപ്ന സുരേഷിനോട് ഈ വിജയ് പിള്ള അല്ലെങ്കിൽ വിജേഷ് പിള്ള എന്ന് പറയുന്ന ആള് ചോദിച്ചിരിക്കുന്നത്. അതിനാണ് പ്രതിഫലം 30 കോടി രൂപ തരുന്നത്, കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന് പങ്കുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുകയാണ്. തെളിയിക്കേണ്ടത് ആരോ ഒരാളുടെ ആവശ്യമാണ്. അടിവര ഇട്ടത് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നിടത്താണ് ചക്കളത്തിൽ പോര് എവിടെ നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. ഈ ഉൾപാർട്ടി പോര് എന്ന് പറയുന്ന സംഭവം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എന്തിനു പറയണം, ഇത് രഹസ്യമായി ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമായിരുന്നു. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ രേഖകളുണ്ട് എന്ന് അവിടെ വരുത്തി തീർക്കുക ചെയ്തേ. രേഖകളുണ്ട്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട്, ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ പങ്കുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മാർക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത്. അവർ ബോധ്യപ്പെടുത്തുകയാണ്, പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക ചെയ്ത്. എനിക്ക് തോന്നുന്നു സ്വപ്ന സുരേഷിന്റെ ഇന്നലത്തെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടെ കേട്ടിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. കേട്ട് നോക്കാം. Before I start, this is my first live, so I'm not very sure about how do we do all this. പക്ഷേ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഹോളി ആയിരുന്നു. I hope everybody must have enjoyed Holi. Holi is a very good festival here in Bangalore, and now I am here at Bangalore. The reason I said that I will come live is because I wanted to bring to everyone's notice something very, very important that I had to face 3 days back. So to begin with, as you know, ഞാൻ സ്വർണ്ണ കള്ളക്കടത്തുകാരിയാണെന്ന് അറിയപ്പെടുന്നത്. അപ്പം ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ഇങ്ങനത്തെ ഒരു കാര്യത്തിലും എനിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നിട്ടും, അല്ലെങ്കിൽ ഐ എം നോട്ട് എ ബെനിഫിഷ്യറി ഇൻ ഓൾ ദീസ് തിങ്സ്, ബട്ട് സ്റ്റിൽ ഐ വാസ് ഡ്രാഗ്ഡ് ഇൻ ടു ഓൾ ദിസ് സ്കാം. പക്ഷേ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെയും ഭാര്യയുടെയും മകളുടെയും മകന്റെയും പല ബിസിനസ് റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് ദേ എക്സ്പ്ലോയിറ്റഡ് മീ, മാനിപ്പുലേറ്റഡ് മീ. ശിവശങ്കർ സാർ ആയാലും CM രവീന്ദ്രൻ ആയാലും അങ്ങനെ തുടങ്ങിയ ഈ ഇതിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം അവസാനം എൻ്റെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ദേ പുട്ട് മീ ബിഹൈൻഡ് ദ ബാർസ് ഫോർ 15 months. സത്യങ്ങൾ തുറന്നു പറയണം എന്ന് വിചാരിച്ചു ജയിലിൽ കയറിയപ്പോൾ തന്നെ
I made a lot of attempts through my ex-husband, പക്ഷേ അദ്ദേഹം സപ്പോർട്ട് ചെയ്തില്ല. അകത്ത് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വെളിയിലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ അന്നുണ്ടായിരുന്ന എല്ലാ ലോയേഴ്സിനെയും പർച്ചേസ് ചെയ്തു. അപ്പോൾ I was totally trapped and tortured within the jail premises by those DIG, and many people made me record different types of voices according or dialogues according to their requirements. അങ്ങനെ ആണ് ഫൈനലി I came out and I started saying the truth, because ശിവശങ്കർ സാറിൻ്റെയൊക്കെ റിയൽ കളർ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് I started coming out. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നു എന്നുള്ള ഒരു അമിത വിശ്വാസത്തിന്റെ പുറത്തും സത്യം എന്തായാലും വെളി വരും എന്നുള്ള ഉറപ്പും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പേ ഐ ഗോട്ട് എൻ അനോണിമസ് ഫോൺ കോൾ. ഒരു വ്യക്തി വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൂരിലുള്ളതാണ്. ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളുമായിട്ട് അദ്ദേഹം പറഞ്ഞ ഹോട്ടലിൽ ലോബിയിൽ പോയി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരു 2 minutes അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ബേസിക്കലി ഒരു സെറ്റിൽമെന്റ് ടോക്ക്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ദാറ്റ് ഒരാഴ്ചത്തെ സമയം സ്വപ്ന സുരേഷിന് തരാം, മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം വിടുക, ഹരിയാനയോ ജയ്പൂരിലോ മാറുക, അവിടെ വേണ്ട എല്ലാ അസിസ്റ്റൻസും തരാം, അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് തരാം, എല്ലാം ചെയ്തു തരാം, എല്ലാ എവിഡൻസസ്, എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ കൈവശമുള്ള വീണയുടെ ആയാലും ചീഫ് മിനിസ്റ്ററിൻ്റെതായാലും കമല മാഡത്തിൻ്റെതായാലും എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ക്ലൗഡിലോ വേറെ എവിടെയെങ്കിലും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് കൊടുക്കുക, ആക്സസ് കൊടുക്കുക, അവർ അത് നശിപ്പിച്ചോളും. ഇത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കിച്ച് എന്നെ ഒബേ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ് ഈ വിജയ് പിള്ളയെ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞു, it seems that if I don't obey or decide to leave Bengaluru and go to Jaipur or Haryana, then അവർ ഒരു കാരണവശാലും പിന്നെ സെറ്റിൽമെന്റ് സംസാരത്തിന് വരത്തില്ല, പക്ഷേ എൻ്റെ ആയുസിന് ദോഷം വരുത്തും. ഇറ്റ് വാസ് എ ക്ലിയർ കട്ട് ത്രെറ്റനിങ് മെസ്സേജ്. ആൻഡ് എന്നെ നശിപ്പിച്ച് കളയും, എന്നെ കൊന്നു കളയും. അവർക്ക് ഈ CM-നെതിരെ സംസാരിക്കുന്നതും വീണയ്ക്കെതിരെ സംസാരിക്കുന്നതും യൂസഫ് അലിക്കെതിരെ സംസാരിക്കുന്നതും ഇതെല്ലാം വെച്ച് നിർത്തി ജനങ്ങളോട് ക്ഷമ ചോദിച്ച് ഞാൻ കള്ളം പറഞ്ഞതാണ് നേറ്റ് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങുക. പിന്നെ 1 മാസത്തിൻ്റെ അകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ആൻഡ് വീസ മലേഷ്യയിലോട്ട് പോകാനുള്ളതോ UK പോകാനുള്ള എല്ലാം അവർ റെഡിയാക്കി തരാം. പിന്നെ ഒരിക്കലും സ്വപ്ന സുരേഷ് ജീവനോടെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഇവിടുത്തെ ജനങ്ങൾ അറിയാൻ പാടില്ല. ഡിസൈഡ് ചെയ്ത എമൗണ്ട് 10 crores ആണ് എനിക്ക് തന്ന് സെറ്റിൽ ചെയ്യാൻ. പക്ഷേ എനിക്ക് മക്കളുണ്ട്, ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇതിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് 30 crores തന്ന് എന്നെ സെറ്റിൽ ചെയ്യാം. എവിടെ പോയെങ്കിലും ജീവിച്ചോളണം, അവിടെ ചെന്ന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും ചീഫ് മിനിസ്റ്ററും ഫാമിലിയും ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഇവരെല്ലാവരും ചേർന്ന് സഹായിക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി UAE ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പണി തരും, അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. യൂസഫ് അലിയുടെ പേരൊരിടവും പറയരുത്. യൂസഫ് അലിക്ക് കേരളത്തിലെ എയർപോർട്ട്സിൽ ഷെയർ ഉണ്ട്, അതുകൂടാതെ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഞാൻ പൊതുവെ ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്നത് എൻ്റെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് കാരണം ഐ യൂഷ്വലി ഗോ ബൈ എയർ. ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും, അപ്പോൾ ഐ ടേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ ബാഗേജിൻ്റെ അകത്ത് എയർപോർട്ടിൽ യൂസഫ് അലി വിചാരിച്ചാൽ കോൺട്രബാൻഡ് ഡ്രഗ്സ്
അങ്ങനെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വെച്ച് എന്നെ പിടിപ്പിക്കും. 3 വർഷത്തേക്ക് മിനിമം എന്നെ ജയിലിലാക്കും. എന്നെ അവർക്ക് ഒന്നീ ജയിലിൽ കിട്ടിയാൽ മതി, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം, അതല്ലെങ്കിൽ ഞാൻ ഈ 30 crores വാങ്ങിച്ചുകൊണ്ട് രാം ലീല എന്ന് പറയുന്ന ഏതൊരു ദിലീപിന്റെ മൂവി ഉണ്ട്, അതില് ദിലീപ് മഴിച്ചു പോകുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ദെൻ ദിലീപ് വേറെ ഏതോ രാജ്യത്ത് പോയി രക്ഷപ്പെടുന്നു. ഈ ആർക്കും പിന്നെ ദിലീപിനെ കുറിച്ച് ഒരു വിവരവും വേറെ ബൗട്ട്സും ഉണ്ടാവില്ല. സോ അങ്ങനെ സ്വപ്ന സുരേഷിനെ റീക്രിയേറ്റ് ചെയ്ത് വേറൊരു കൺട്രിയിലോ വേറൊരു സ്റ്റേറ്റിലോ, ജയ്പൂർ ഓർ ഹരിയാന, അവിടെ എന്നെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാം, എന്നെ റീഇൻകാർണേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ത്രെറ്റ് ആയിട്ട് വന്നു. മരണം ഉറപ്പാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി. ബിക്കോസ് സ്വപ്ന സുരേഷ് ഹാസ് ഓൺലി വൺ ഫാദർ. ആൻഡ് അവസാനം വരെ ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ ഒരു കാരണവശാലും പറ്റിക്കാനോ പാവപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്ററിന്റെ പൊളിറ്റിക്കൽ ലൈഫിനൊരു അതിനെ റൂയിൻ ചെയ്യാനോ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ പേഴ്സണൽ ഹിഡൻ അജണ്ടയോ എനിക്കില്ല. ഓരോന്നായിട്ടും പുറത്ത് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവുന്നതെന്ന് പറയുന്നത് ബിക്കോസ് യെസ് ദ ട്രൂത്ത് ഇസ് സംവെയർ കമ്മിങ് ഔട്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ത്രെറ്റനിങ് എന്നെ എൻ്റെ മക്കളെയും നശിപ്പിച്ചു കളയുന്നു വീണ്ടും ഒരാൾ വന്ന് പറഞ്ഞു. അത് ഞാൻ വീണ്ടും പറയാണ്, ഗോവിന്ദൻ മാഷ് എന്നെ തീർത്ത് കളയുമെന്ന് തീർത്തും പറഞ്ഞു. യൂസഫ് അലി എന്നെ എയർപോർട്ടിലോ എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് എടുക്കത്തക്ക രീതിയിൽ കോൺട്രബാൻഡ്സിന്റെ ബാഗേജിൽ വെക്കുമെന്ന് പറഞ്ഞു. മറ്റ് പാർട്ടി ലൈക്ക് ഓൺ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഫാമിലി ഓഫറിംഗ് 30 crores ടു ഗോ അവേ ആൻഡ് സെറ്റിൽ. അത് ഈ ജെന്റിൽമെൻ വളരെ ക്ലിയർ ആയിട്ടും വളരെ റിക്വസ്റ്റ് മോഡിലും അത് കഴിഞ്ഞിട്ട് ത്രെറ്റനിങ് രീതിയിലും പറഞ്ഞു. എന്നിട്ട് ഡിസിഷൻ എടുക്കാൻ 2 ദിവസത്തെ ടൈം തന്നു. അപ്പോൾ ഞാൻ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ഞാൻ എൻ്റെ ലോയർ കൃഷ്ണരാജ് സാറിന് അദ്ദേഹവുമായിട്ടുള്ള കോൺവെർസേഷൻസിന്റെ ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഈ ഫുൾ സ്റ്റോറി ഇമെയിലായിട്ട് കൃഷ്ണരാജ് വക്കീലിന് ഇമെയിൽ അയച്ചു. ആൻഡ് ഈ ഇമെയില് അദ്ദേഹം കർണാടക ഹോം മിനിസ്റ്ററിനും കർണാടക DGPക്കും ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് റിട്ടൺ ടു ദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓൾസോ ബിക്കോസ് ഐ നീഡ് പ്രൊട്ടക്ഷൻ നൗ ഇൻ ബാംഗ്ലൂർ ഓൾസോ. ബാംഗ്ലൂരിലും ഞാനും എൻ്റെ മക്കളും സേഫ് അല്ല, കേരളത്തിൽ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അനോണിമസ് ഫോൺ കോൾസും ഒരുപാട് ത്രെറ്റനിങ്ങും വന്നപ്പോഴാണ് ബാംഗ്ലൂരിലോട്ട് വരാനായിട്ട് ഇറങ്ങി തിരിച്ചത്. ഇവിടെയും ഇപ്പം അത് തന്നെയാണ് അവസ്ഥ. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടി ഞാൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ മുഖത്ത് നോക്കി പറയാണ്, ഐ വിൽ നോട്ട് വിത്ഡ്രോ അൺലെസ് ആൻഡ് അൺടിൽ ഐ സീ ദി എൻഡ് ഓഫ് ഇറ്റ്. Pinarayi Vijayan sir, please don't think that I will go into a compromise. This is not just a fight for me, but now this is a fight for the entire state. Because കേരളൈറ്റ്സിനെയും വിറ്റ് തൊലച്ചുകൊണ്ട് നിങ്ങളുടെ മകളുടെ എംപയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ടാവുമല്ലോ, അവരെ കൂടെ ഞാൻ നിന്ന് ഫൈറ്റ് ചെയ്തതിന്റെ അവസാനം കണ്ടേ ഞാൻ അടങ്ങും. ജീവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ ബിസിനസ് എംപയർ, നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് എംപയർ, നിങ്ങളുടെ എല്ലാ ഇല്ലീഗൽ പ്രാക്ടീസസ്, അതെല്ലാം എവിഡൻസ് കൂടെ ഞാൻ ഈ പറഞ്ഞ ബിനാമീസ് ആയ യൂസഫ് അലി ആയാലും രവി പിള്ള ആയാലും എല്ലാവരുടെയും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്, സൂക്ഷിക്കേണ്ടടുത്ത് സൂക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താനോ കോംപ്രമൈസിനോ എന്നോട് വരേണ്ട ആവശ്യമില്ല. നെവർ എവർ try to do it. Don't dare to do it because I am not going back. I'll make sure the real color comes out. And നിങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ വെളിയിൽ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ മീഡിയയ്ക്ക് ഞാൻ ഈ ഇമെയിലും അദ്ദേഹത്തിന്റെ ഫോട്ടോയും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം എന്നെ മെനഞ്ഞാന്ന് രാത്രി ഈ വിജയ് പിള്ള എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ED സമൻസ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് സമൻസ് അയച്ചിട്ടില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും വിജയ് പിള്ള എന്റെ ലീഗൽ അഡ്വൈസർ ആണെന്ന് ആരോടും പറയാവൂ, ED
വിജയ് പിള്ളയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഐ എം നോട്ട് ഷുവർ ഇഫ് he's gone there or not, or the Bengaluru police എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് I am telling everyone who trusts me, who do not trust me, who hates me, who thinks that I am a prostitute or I am a gold smuggler or I am a dollar smuggler, I am telling Honorable Chief Minister and his family that I am not ready for a compromise. I am going to fight till the last breath. Till the last breath. And Govindan Mash, I don't know, he was saying Govindan Mash. I don't know, was he a sir or something somewhere? But Govindan, the party secretary, you want to kill me, come forward. You want to do anything to me, please come forward and do it. I care a damn because I have come a long way. പിന്നെ എന്നെ ജയിലിൽ ഇടണമെന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ജയിലിൽ വേണമെങ്കിലും ഇടാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനില്ലെങ്കിൽ എൻ്റെ ലോയറും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ആകും. അത് ഐ ഹാവ് ഷുവർ കോൺഫിഡൻസ് ഓൺ മൈ ലോയർ ആൻഡ് നൗ മൈ ഫാമിലി മെമ്പേഴ്സ്. സോ എൻ്റെ മമ്മി ആയാലും എൻ്റെ മക്കളായാലും എൻ്റെ ലോയർ ആയാലും ഇവരെല്ലാം മുന്നോട്ട് തന്നെ പോകും. ഇതിൻ്റെ അവസാനം കണ്ടേ നമ്മൾ അടങ്ങത്തുള്ളൂ. സോ 30 crores, 10 crores, 100 crores ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇത് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ഈ വിജയ് പിള്ള എന്ന് പറഞ്ഞ ഈ അനോണിമസ് ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഓഫറും മെയിലും നമ്മൾ എല്ലായിടത്തും അയച്ച മെയിലും ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എത്ര നാൾ ജീവനോടെ ഉണ്ടാവും എന്നറിയില്ല. മരണം ഉറപ്പാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അപ്പോൾ പ്ലീസ് പ്രേ ഫോർ മീ ആൻഡ് മൈ ഫാമിലി. ഐ എം നോട്ട് ഗോയിങ് അവേ ഫ്രം ബാംഗ്ലൂരു ഓർ ഐ ഡോണ്ട് വോണ്ട് ടു റൺ അവേ ലൈക്ക് ഹൗ ഐ ഡിഡ് ഫ്രം കേരള. ഇനി ഇവിടെ നിന്നിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ശ്രീനാഥ്, നമ്മൾ പറഞ്ഞു വെച്ചതിന് ഒന്നുകൂടെ നമ്മളിപ്പോൾ സ്വപ്ന സുരേഷിന്റെ വാക്കുകളിലൂടെ കേൾക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഒളിയമ്പ് തന്നെയാണ്. ഒളിയമ്പ് ആർക്ക് നേരെ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പോഴും ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് യൂസഫ് അലി ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തിനാ, അത് എന്ത് അടിസ്ഥാനത്തിലാണ്, പിള്ളയുടെ പേര് കൊണ്ടുവന്ന ഏത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇത്രയും സമയമായിട്ടും അവരാരും യാതൊരുവിധ പരാമർശങ്ങളും എവിടെയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ ഒത്തിരി ഒഴിഞ്ഞു മാറി. അതിനുശേഷം ഒത്തിരി ആലോചനകൾക്ക് ശേഷമായിരിക്കും സെക്രട്ടറി വിളിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയായി പോയി. പിന്നെ കിട്ടിയ എന്താ, പിന്നെ ഇറങ്ങും മുമ്പ് ഇറങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ. അല്ല, തീർച്ചയായിട്ടും അവർ പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം അവരുടെ ഉദ്ദേശം എന്താണ്, സ്വപ്നയിലൂടെ ഇത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എം.വി. ഗോവിന്ദൻ മാഷ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതികരണം വൈകിച്ചതിന്റെ പിന്നിലും അത് തന്നെയാണ്. അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രതികരണം നടക്കും, ഈ രീതിയിൽ സ്വപ്ന സുരേഷ് പുറത്തേക്ക് വരും, പുറത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് മാധ്യമങ്ങളോട് തുറന്നു പറയും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവർക്കറിയാം. ഇപ്പം എം.വി. ഗോവിന്ദൻ ആണ് അങ്ങനെ ചെയ്യിച്ചതെങ്കിൽ എം.വി. ഗോവിന്ദന് കൃത്യമായിട്ട് അറിയാം സ്വപ്ന സുരേഷ് ഏതറ്റം വരെ പോകുന്നു. കാര്യം ഇപ്പോഴും സ്വപ്ന സുരേഷ് പറയുന്നത് കേൾക്കാൻ ഇവിടെ ജനമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എം.വി. ഗോവിന്ദൻ അറിയാം. അതല്ലെങ്കിൽ പിന്നെ എന്തിനിങ്ങനെ ശ്രമിച്ചു? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇതൊരു പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. പാർട്ടിക്കുള്ളിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് കരുനീക്കം നടക്കുന്നതെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ ജാഥ 18-ാം തീയതി അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജാഥയിൽ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഈ രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ. കാര്യം അത്രയേറെ ഉൾപാർട്ടി പോര് നമ്മുടെ CPM-നകത്ത് വന്നു കഴിഞ്ഞു. ഇതുപോലെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. ഈ രീതിയിൽ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പലരും രാജിവെക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ നേരത്തെ കണ്ടുവരുന്നത് CPM കോൺഗ്രസ് പാർട്ടിക്കകത്തായിരുന്നു. പക്ഷെ അത് മാറിക്കൊണ്ട് ഇതിനകത്തൊരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു അധ്യാപകനിൽ നിന്നാണ്. എം.വി. ഗോവിന്ദൻ മാഷ് ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ MLA ആകുന്നു, പിന്നെ മന്ത്രിയാകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നൊരു പദവിയിലേക്ക് എത്തുന്നു.
സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് അതിശക്തമായ ഒരു പദവിയാണ്. ശരിക്കും അതെ. ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പ്രവർത്തക, CPM-ന്റെ ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പദവിയാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെ ജനറൽ സെക്രട്ടറി, അത് കഴിഞ്ഞ് ശരിക്കും മുഖ്യമന്ത്രിക്ക് പോലും വോയിസ് ഉള്ളൂ. നമുക്ക് VS-ന്റെ ഭരണകാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. അന്ന് VS-നെ റബ്ബർ സ്റ്റാമ്പാക്കി ഇരുത്തിക്കൊണ്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിക്കും സംഭവിച്ചത് ഇനി അടുത്ത ലക്ഷ്യം മുഖ്യമന്ത്രി MP ഗോവിന്ദൻ മാറുമോ, എത്തുമോ എന്നുള്ളതാണ് ഇനി നാം നോക്കിക്കാണേണ്ടത്. എത്താനുള്ള സാധ്യതയുണ്ട്. അത് തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു ജനങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണ്, തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ഈ പ്രതിരോധ ജാഥയിലൂടെ അദ്ദേഹം ഈ ശരിക്കും പ്രതിരോധ ജാഥ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധം തീർക്കാൻ വേണ്ടി നടത്തിയ ജാഥ എന്നുള്ള നിലയിലാണ് പ്രതിരോധ ജാഥയ്ക്ക് ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായത് മുഖ്യമന്ത്രിയാണ്. സത്യം പറഞ്ഞാൽ പ്രതിരോധത്തിലായത് മുഖ്യമന്ത്രിയാണ്. ഇവിടെ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്തത് എന്താ, ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും അടക്കമുള്ള കമ്മിറ്റികളെ സംയോജിപ്പിച്ച് തന്നിലേക്ക് എത്തിക്കുക, അധികാരം തന്നിലേക്ക്, പാർട്ടിയുടെ സർവാധികാരം തന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഇവിടെ MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. ഈ ഏരിയ കമ്മിറ്റികളെയും ലോക്കൽ കമ്മിറ്റികളുടെയും പങ്കാളിത്തം ഇതിനകത്ത് ഉറപ്പാക്കുക ചെയ്തു. അങ്ങനെ ഉറപ്പാക്കിക്കൊണ്ട് ഒരു വലിയ ജനക്കൂട്ടത്തെ തൻ്റെ പിന്നിലേക്ക് നിർത്തുക. ഇതിനിടയിലൂടെ മുഖ്യമന്ത്രിക്കെതിരായ പ്രചരണങ്ങൾ നടത്തുക, മുഖ്യമന്ത്രിയെ പതുക്കെ ഈ മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജനകീയ അടിത്തറ പൊളിക്കാനുള്ള മാർഗം ഇത് മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്താൽ മാത്രമേ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാവൂ. വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പതുക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MP ഗോവിന്ദന് എത്താൻ കഴിയും. എന്നുള്ളതിൽ അതെ, സാധാരണക്കാരനൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. സാധാരണക്കാർ അങ്ങനെ ചിന്തിച്ചു പോവും. കാര്യം ഇത് സാധാരണക്കാര് ചിന്തിക്കുകയും ചെയ്യും. ഇതെല്ലാം ചിന്തിച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അടിത്തറ ഇളകുകയും ചെയ്യും. ഇളക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാളെ ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏറെക്കുറെ ഇപ്പം ശരിക്കും നമ്മൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ UDF-ന്റെ ഒരു ഭരണകാലം അവസാനിക്കുന്ന സമയത്ത് സരിത S. നായർ എന്ന് പറയുന്ന ഒരാൾ വലിയ വിവാദവുമായി, സോളാർ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം സൃഷ്ടിച്ചുകൊണ്ടിറങ്ങി. പിണറായി വിജയൻ്റെ ആദ്യ ഭരണം അവസാനിക്കാറായപ്പോഴത്തേക്കും അടുത്ത സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഏകദേശം അവസാന കാലഘട്ടമൊക്കെ 2020 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭരണത്തിൻ്റെ അവസാന കാലഘട്ടമാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാൾ എത്തുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വപ്ന സുരേഷ് വഴിയാണ് പിന്നീട് ഓപ്പറേഷൻസ് നടന്നതല്ല. ഇതിനകത്തെല്ലാം നമ്മൾ നോക്കിയാൽ സരിതയ്ക്കാണെങ്കിലും ഈ സ്വപ്ന സുരേഷിന് ആണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവരുമായി നല്ല ചങ്ങാത്തമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി തീർക്കുക, എതിരാളികളെ തീർക്കുക. ഇവിടെ ഇപ്പം പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ പ്രതിരോധത്തിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി അടുത്ത ഒരു സമയത്തേക്ക് വന്നൊരു അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം അവർ ഭയക്കുന്നില്ല. അടുത്ത കാലത്തായിട്ട് ഇപ്പം ഇപ്പോഴത്തെ നിലവിൽ കാര്യം ഇനിയും കിടക്കുന്ന 3 വർഷം കൂടി കിടക്കുന്നു. ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി സമയമുണ്ട്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാനും അധിക കാലമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ ഇവർ രണ്ടുപേരും അല്ല. ഇനിയുള്ള എതിരാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കകത്തുള്ളവരാണ്. നാളെ ഒരു സമയത്ത് വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കാം. അങ്ങനെ മത്സരിക്കുമ്പോൾ ഒന്നുകിൽ മുഹമ്മദ് റിയാസ് ആ സ്ഥാനത്തേക്ക് വരാം. അപ്പം കുടുംബത്തെ അടക്കം ഈ രീതിയിൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്. അവരിലുള്ള വിശ്വാസ്യത, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത തകർക്കുക. ആ വിശ്വാസ്യത തകർത്താൽ മാത്രമേ അടുത്തൊരാൾക്ക് ഇതിനകത്തേക്ക് ഒരു എൻട്രി ചെയ്യാൻ പറ്റൂ. പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നു, പാർട്ടി സെക്രട്ടറിക്ക് പതുക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്താൻ പറ്റും. ഇത് പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപാർട്ടി പോര് എന്ന് പറയും. അതെ, എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം. ജാഥ അവസാനിക്കുന്നതോടുകൂടി ആരാകും പ്രബലൻ, ആരാകും അശക്തൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.